എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. വമ്പൻ ലീഡ് നേടിയിട്ടും ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാഹുൽ, ജഡേജ തുടങ്ങിയ താരങ്ങൾ രണ്ടാം ടെസ്റ്റിന് അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് റിപ്പോർട്ട്. പുതിയ 3 താരങ്ങളെ ഇന്ത്യ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിൽ ജയ്സ്വാൾ, രോഹിത് തുടങ്ങിയ താരങ്ങൾ വിശാഖപട്ടണത്ത് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ടെസ്റ്റിൽ രോഹിത് ശർമ്മ വീണ്ടും ഫോമിലേക്ക് എത്തിയതിന്റെ സൂചനയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഓപ്പണിംഗിൽ ജയ്സ്വാൾ, രോഹിത് കൂട്ടുകെട്ടിന്റെ വെടിക്കെട്ട് പ്രകടനം കണ്ട് ഇംഗ്ലണ്ട് താരങ്ങൾ വരെ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. അതുപോലെ ബൗളിംഗിൽ ബുംറയും ഇന്ന് മിന്നിത്തിളങ്ങി. ആദ്യ ടെസ്റ്റിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ക്ഷീണം രോഹിത് ഇംഗ്ലണ്ടിന് ഇന്ന് തീർത്തുകൊടുത്തു. അതുപോലെ ഗില്ലിന് പകരം എത്തിയ രജിത് പാട്ടിധാർ ഇന്ന് അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ നിരയിൽ മികച്ചു നിന്നു. എന്തായാലും രോഹിത് വീണ്ടും ഫോമിലേക്ക് എത്തിയതോടെ ആരാധകർ ആവേശത്തിലാണ്. ടെസ്റ്റിൽ രോഹിത് ഇങ്ങനെ തകർത്തടിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. വെറും 68 ബോളിൽ ആണ് താരമെന്ന് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. സാധാരണ മെല്ലെ കളിക്കുന്ന രോഹിത് ഇന്ന് പ്രാക്ടീസ് മാച്ചിൽ അറ്റാക്ക് ചെയ്തു കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ടെസ്റ്റിൽ സമ്മർദ്ദം മൂലം ഇന്ത്യക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ഷോട്ടുകൾ കളിച്ച് ഇന്ത്യ കൂറ്റൻ ടാർഗറ്റ് സ്വന്തമാക്കുകയായിരുന്നു. വിരാട് കോഹ്ലി ആദ്യ 2 ടെസ്റ്റ് മത്സരത്തിൽ നിന്നും നേരത്തെ തന്നെ റൂൾഡ് ഔട്ട് ആയിരുന്നു. 3ാം ടെസ്റ്റ് മത്സരത്തോടെ ആയിരിക്കും കോഹ്ലി തിരിച്ചെത്തുന്നത്. ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരം ഫെബ്രുവരി 2 വെള്ളിയാഴ്ച മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിശാഖപട്ടണത്ത് വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ നിന്നും വലിയ മാറ്റങ്ങളുമായി ആണ് ഇന്ത്യ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇന്ത്യൻ ടീം ശക്തരാണെങ്കിലും ഇംഗ്ലണ്ട് ടീമിനെ അത്ര വില കുറച്ച് കാണാൻ സാധിക്കില്ല. സ്റ്റോക്സ്, പോപ്പ്, ഹാർട്ട്ലി തുടങ്ങി വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് ഉറപ്പാണ്. രണ്ടാം ടെസ്റ്റ് മത്സരം ജയിച്ച് പരമ്പര സമനിലയാക്കാൻ ആയിരിക്കും ഇന്ത്യയുടെ പദ്ധതി. എന്തായാലും കാത്തിരിക്കാം ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരത്തിനായി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.